മലയാളികൾക്ക് എന്നും ഒരു ജീവിത അഭിലാഷം എന്ന് പറയുന്നത് അവർക്കൊരു വീട് സ്വന്തമായിട്ട് ഉണ്ടാവുക എന്നുള്ളതായിരിക്കും. ഭൂരിഭാഗം മലയാളികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. വളരെ ചുരുക്കം ആൾക്കാർക്ക് അതല്ലായിരിക്കാം. പക്ഷേ ഭൂരിഭാഗം മലയാളികൾക്കും എപ്പോഴും അല്ലെ ഏതൊരു മനുഷ്യനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവർക്കൊരു വീട് സ്വന്തമായിട്ട് വേണം, അല്ലെങ്കിൽ ഒരു വാഹനം സ്വന്തമായിട്ട് വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും, ഈ രണ്ട് കാര്യങ്ങൾക്ക് എപ്പോഴും നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടാവും. സോ ആ രണ്ട് കാര്യങ്ങളും നമ്മുടെ ചാനലിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു വീട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ്. ഈ വീട് നിൽക്കുന്നത് ആലുവയിലാണ്. ആലുവയിൽ കൊടികുത്തിമല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് വീട് കാണാം. നിങ്ങൾ കണ്ടോ, ഈ ഒരു 2 നില വീടാണ് ഞാനിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്ക് മെയിൻ ഗേറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. GI പൈപ്പ് കൊണ്ട്, അല്ലെങ്കിൽ GI പൈപ്പുകൾ കൊണ്ട് നിർമ്മിച്ചേക്കുന്ന ഒരു ഗേറ്റാണ്. സ്ലൈഡിങ് ആയിട്ടുള്ള ഒരു ഗേറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ വീട് മുഴുവനായും സ്ഥിതി ചെയ്യുന്നത് 4,200 സെൻറ്റിലാണ്. 4.200 സെൻറ്റിലാണ്, 200 ആ ഒരു സെൻറ്റിലാണ് ഈ വീട് മുഴുവനായും സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ കയറി വരുന്ന ഈ ഒരു ഏരിയ മുഴുവൻ പാവിങ് ടൈൽസ് യൂസ് ചെയ്ത് ഫുള്ളായിട്ട് ഇവിടെ ഇതാക്കി വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു കവേർഡ് കാർ പാർക്കിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഒരു സെഡാൻ ഇട്ടാൽ കിടക്കുന്ന, അല്ല ഒരു സെഡാൻ കാറ്, ഒരു സ്വിഫ്റ്റ് ഡിസയറോ അങ്ങനെയുള്ളൊരു കാർ ഇട്ടാൽ കിടക്കുന്ന രീതിയിലുള്ള ഒരു കവേർഡ് കാർ പാർക്കിംഗ്. കൂടാതെ തന്നെ വലിയൊരു വണ്ടിക്ക് പാർക്ക് ചെയ്യാൻ, വലിയൊരു SUVക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന, ഒരു മഹീന്ദ്ര XUV 500 ഒക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു കവേർഡ് അല്ലാത്ത ഒരു കാർ പാർക്കിംഗ് നമുക്കിവിടെ ഉണ്ട്. ഈ വീട്ടിൽ ജലസ്രോതസ് 2 എണ്ണമാണ്. ഒന്ന് കിണറും ഒന്ന് മുനിസിപ്പാലിറ്റിയുടെ പൈപ്പ് കണക്ഷനുമാണ് വരുന്നത്. കിണർ വടക്ക് കിഴക്ക് ഈ ഭാഗത്തായിട്ടാണ് കിണർ സ്ഥിതി ചെയ്യുന്നത്. ഈ വീട് ഫുള്ള് ദർശനം വടക്കോട്ടാണ്. എന്നിരുന്നാൽ കൂടിയും വീടിൻ്റെ മെയിൻ വാതിലിൻ്റെ ദർശനം കിഴക്കോട്ടാണ്. ഇവിടെയും നമുക്ക് നല്ലൊരു സ്പേസ് നൽകുന്നതിന് ഒരു ഗാർഡൻ ഏരിയ ഒക്കെ സെറ്റ് ചെയ്യാം. അത് നമ്മൾ ചെടിച്ചട്ടികൾ യൂസ് ചെയ്യേണ്ടിയിരിക്കും. കാരണം മണ്ണില്ല, ശകലം പോലും മണ്ണില്ലാത്ത രീതിയിൽ ഇവർ ഫുള്ള് ടൈലിട്ട് മറച്ചൊക്കെയാണ് ചെയ്തേക്കുന്നത്. ഇനി ഞാനിവിടെ കയറുമ്പോൾ തന്നെ ഈ ഒരു കാർ പോർച്ചിൽ നമുക്ക് കാണാനുള്ളത്, ഇവിടെ ഒരു സ്വിച്ച് ബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇനിയെല്ലാം വരുന്നത് ഈ പറഞ്ഞ ഞാൻ സ്ഥിരം നമ്മുടെ വീഡിയോയിൽ പറയാറുണ്ട്, ഇലക്ട്രിക് വാഹനങ്ങളാണ് വരാൻ പോകുന്നത്. ഇലക്ട്രിഫിക്കേഷൻ്റെ ഭാഗമായി മാറാൻ പോവുകയാണ് നമ്മുടെ നാട്. അപ്പോൾ തീർച്ചയായിട്ടും ഇലക്ട്രിക് വണ്ടികൾ ചാർജ് ചെയ്യാൻ അങ്ങനെ ഒരു സ്ലോട്ട് ആവശ്യമായി വരും. ഇനി കൂടാതെ തന്നെ നമുക്കിവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം, ഇവിടെ എല്ലാം ചെറിയ LED ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെ എല്ലാം ഈ വീടിൻ്റെ 2 നിലകളിലും നൽകിയിട്ടുണ്ട്. പുറമേ നിന്ന് നോക്കുമ്പോൾ അത് ആ ഒരു കാഴ്ചയ്ക്ക് ഭംഗി തരുന്നുണ്ട്. ഇവിടെ ഒരു വൈറ്റ് കളർ പെയിൻ്റാണ് ഫുള്ളായിട്ട് ഈ വീടിന് നൽകിയിരിക്കുന്നതെങ്കിൽ അതിനിടയ്ക്കൂടെ ചെറിയ ലൈൻസ് വേറൊരു കളർ കൊടുത്ത് അതിനെ മനോഹരമാക്കിയിരിക്കുന്നു. ഇനി നമുക്ക് തൂണുകൾ നോക്കിയാൽ തൂണുകൾ എല്ലാ തൂണുകളിലും ടൈലുകൾ ഉപയോഗിച്ചാണ് ഡിസൈൻ നൽകിയിരിക്കുന്നത്. ഈ വീടിൻ്റെ തടികൾ ഫുള്ളായിട്ടും, തടിയുടെ വർക്ക് ഫുള്ളായിട്ടും മഹാഗണിയിലാണ് തീർത്തിരിക്കുന്നത്. നമുക്ക് മെയിൻ ഡോറ് കിഴക്കോട്ടാണ് ഇറങ്ങുന്നത്. ഇതാണ് ഇവിടുത്തെ സിറ്റ് ഔട്ട്. ഒരു വലിയ സിറ്റ് ഔട്ടല്ല എങ്കിൽ കൂടിയും ഇവിടെ ഒരു കസേരയൊക്കെ ഇട്ട് ഇരിക്കാവുന്ന രീതിയിലുള്ള അതിനുള്ള സ്പേസ് കിട്ടുന്ന ഒരു സിറ്റ് ഔട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്ക് ഡോറ് തുറന്ന് ഉള്ളിലേക്ക് കയറാം. ഇതാണ് ഗസ്റ്റ് ലിവിങ് ഏരിയ എന്ന് പറയുന്നത്. ഒരു ചെറിയ ഒരു ഹോളാണ്. അപ്പോൾ ഈ ഹോളിൽ ഞാൻ കണ്ടില്ല, കയറി വരുമ്പോൾ തന്നെ റൂമിൽ 2 കളറാണ്. ഈ ഒരു ഭിത്തിക്ക് ഒരു ഓറഞ്ച് കളർ നൽകിയിരുന്നു. കണ്ണടിച്ചു പോകുന്ന തരത്തിലുള്ള വലിയൊരു കളറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയയിൽ തന്നെ ഒരു ഷോ കേസ് നൽകിയിരിക്കുന്നു. അത് ഇച്ചിരി പഴയ രീതിയിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. TV ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രൊവിഷൻ ഇവിടെയാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ തന്നെ വലിയൊരു ഫ്രഞ്ച് വിൻഡോ നമുക്ക് കാണാൻ പറ്റും. കയറി വരുമ്പോൾ തന്നെ അതൊരു നല്ല രീതിയിൽ പ്രകാശം തരുന്നു. ഒപ്പം തന്നെ ഞാൻ നേരത്തെ നിന്ന് ആ ഭിത്തിയിലും ഒരു ജനാലയുണ്ട്. ഇവിടെ സീലിംഗ് വർക്കുകളൊന്നും തന്നെ ചെയ്തിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും ഈ ഡൈനിങ് ഏരിയയിൽ നിന്നല്ല, നമ്മൾ ഗസ്റ്റ് ലിവിങ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ഒരു ആർച്ച് നൽകിയിരിക്കുന്നു. ആർച്ചിൻ്റെ മുകളിൽ ഒരു LED ലൈറ്റ് നൽകിയിരിക്കുന്നു. ഈ ആർച്ചിനും ഈ പറഞ്ഞ കണക്ക് ഒരു ഓറഞ്ച് കളർ അല്ലെങ്കിൽ ആ ഒരു കളർ നൽകിയിരിക്കുന്നു. ടൈലുകൾ യൂസ് ചെയ്തേക്കുന്നത് നല്ല ഡിസൈനുള്ള ഒരു ടൈലുകളാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ടൈലുകളുടെ ഇടയിലുള്ള സെപ്പറേറ്റിംഗ് ലൈൻ അതിനൊരു പ്രത്യേകം കളർ തീം കൊടുത്തിരിക്കുന്നു. അതും നല്ല മനോഹരമായിട്ടുണ്ട് കാണാൻ. വിശാലമായ ഒരു ഡൈനിങ് ഏരിയയാണ് നമുക്കിവിടെ പ്രദാനം ചെയ്യുന്നത്. എവിടെയും നമ്മൾ ഡൈനിങ് ഏരിയയിലും ഈ ഒരു ഭിത്തിയിൽ വേറൊരു നിറം നൽകിയിരുന്നു. അപ്പുറത്തെ ആ ഒരു ഭിത്തിയിലും വേറൊരു നിറം നൽകിയിരിക്കുന്നു. ഫുൾ ഈ 2 കളേഴ്സ് കൂടുതൽ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു സിമ്പിളായിട്ടുള്ള ഒരു വാഷ് ഏരിയ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ വാഷ് ഏരിയയ്ക്ക് തൊട്ട് മുകളിലായിട്ടാണ് അവിടെ ELCV മറ്റു കാര്യങ്ങളൊക്കെ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. വാഷ് ഏരിയയ്ക്ക് ഇവിടെ ഒരു ടൈലുകൾ ഇട്ടൊരു ചെറിയൊരു പോർഷൻ കൊടുത്തിരിക്കുന്നു. മിറർ വെക്കാൻ ഒരു പോർഷൻ ഉണ്ട്. അവിടെയും ലൈറ്റിനുള്ള പ്രൊവിഷനും മറ്റും നൽകിയിരിക്കുന്നു. ഇനി നമുക്ക്
ഈ ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റെയർ വന്നതിൻ്റെ തൊട്ടടുത്ത് ഇപ്പോൾ എല്ലാ വീടുകളിലും കാണുന്നതാണ് ഇൻവെർട്ടർ വെക്കാനുള്ള ഒരു ഏരിയ. ഇവിടെയും സ്റ്റെയറിനടിയിൽ ഇൻവെർട്ടർ വെക്കാനുള്ള ഒരു ഏരിയ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കിച്ചണിലേക്കാണ് പോകേണ്ടത്. ഇതാ കിച്ചണിൻ്റെ ഡോറ് ഒരു ആർട്ട് വർക്കൊക്കെ വെച്ച് ഗ്ലാസും ഇതുകൂടെ ചേർന്ന് റെഡിമെയ്ഡ് ഡോറാണ് നൽകിയിരിക്കുന്നത്. കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡൈനിങ് ഏരിയയിലും ഹോളിലും ലിവിങ് ഏരിയയിലും ഒക്കെ കണ്ട ഒരു ടൈലുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തടിയുടെ മോഡൽ ഡിസൈൻസ് വരുന്ന ടൈലുകളാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്തിരുന്ന ടൈലുകൾ അടുക്കളയിലേക്ക് ഇങ്ങനെയുള്ള ടൈലിൻ്റെ പാറ്റേൺസ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അത് നല്ല ഭംഗിയുണ്ട്. ഒരു എൽ ഷേപ്പിലുള്ള ഒരു ബെഞ്ച് ടോപ്പാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അവിടെ ഗ്രാനൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഷെൽഫുകളൊക്കെ കബോർഡ്സൊക്കെ കുറവാണ്. ഇതെല്ലാം നമ്മൾ അലൂമിനിയം ഫാബ്രിക്കേഷനാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അത് ഗ്ലാസും ഒരുപാട് വലുതായിട്ടൊന്നുമില്ല. ഇവിടെ രണ്ട് സ്പേസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ താഴത്ത് സ്പേസ് കൊടുത്തിട്ടുണ്ട്. താഴത്തൊക്കെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ രണ്ടിടത്ത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഒപ്പം തന്നെ മുകളിൽ വലിയൊരു ഏരിയ ഉണ്ട്. അവിടെ വേണമെങ്കിൽ നമുക്ക് അഡീഷണലായിട്ട് ചെയ്യാം. സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇവിടെ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് 2 പൈപ്പ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിന് മേലുള്ള ജനലയ്ക്ക് പടിയിൽ ഗ്രാനൈറ്റ് നൽകിയിരിക്കുന്നു. കിഴക്കോട്ടാണ് ഈ വീടിൻ്റെ അടുപ്പിൻ്റെ ദർശനം. ഇവിടാണ് ഗ്യാസ് സ്റ്റൗ വെക്കാനുള്ള ഒരു പ്രൊവിഷൻ കൊടുത്തേക്കുന്നത്. ഗ്യാസ് വെക്കാനായിട്ടാണ് ഈ ഒരു ഡോറും നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഒരു വർക്ക് ഏരിയയിലേക്കാണ് പോകേണ്ടത്. ഇതാണ് വർക്ക് ഏരിയ എന്ന് പറഞ്ഞത്. നമ്മൾ ആ കിണറിൻ്റെ അവിടെ നിന്നുകൊണ്ട് നമ്മൾ നോക്കിയപ്പോൾ അവിടെ ഒരു ഗാർഡനിങ് ഏരിയ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ്. അല്ല, അവിടെ നോക്കുമ്പോൾ കാണുന്ന ഏരിയ തന്നെയാണ് വർക്ക് ഏരിയ ആയിട്ട്. ഇവിടെ വേണമെങ്കിൽ ഇവിടെയും നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു ഏരിയ നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇവിടെ നമുക്ക് തുണി കഴുകാൻ വേണ്ടിയിട്ട് നല്ല തുണി കഴുകാനുള്ള അലക്ക് കല്ല് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വർക്ക് ഏരിയ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പോകേണ്ടത് ഈ വീട്ടിലെ ഓരോ ബെഡ്റൂമുകളിലേക്കാണ്. ഈ വീട്ടിൽ 3 ബെഡ്റൂമുകളാണുള്ളത്. ഒരെണ്ണം താഴത്തെ നിലയിലും 2 മുകളിലത്തെ നിലയിലുമാണുള്ളത്. 2 അറ്റാച്ച്ഡും 1 കോമൺ ബാത്റൂമുമാണ് കൊടുത്തേക്കുന്നത്. ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് അല്ല. നമുക്ക് താഴത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോവാം. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ഇവിടെയും ഒരു ഭിത്തിയിൽ മാത്രം ഒരു ഡാർക്കായിട്ടുള്ള ഒരു പച്ച കളർ നൽകിയിരിക്കുന്നു. അത് അത്രയ്ക്കും അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ചിലർക്കത് ഇഷ്ടപ്പെടാം. എനിക്ക് അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് ബാക്കിയുള്ളവർക്ക് അട്രാക്റ്റീവ് ആകാമല്ലോ. ഇവിടെയും വാർഡ്രോബുകൾക്ക് യൂസ് ചെയ്തേക്കുന്ന അലൂമിനിയം ഫാബ്രിക്കേഷനാണ്. അലൂമിനിയം ഫാബ്രിക്കേഷൻ വെച്ചിട്ടുള്ള ഡോറുകളാണ് നൽകിയിരിക്കുന്നത്. 2 ഭിത്തിയിലും ജനാല വന്നിരിക്കുന്നു. ഇവിടെ ഒരു 3 പാളികളുടെയും അവിടെ 2 പാളികളുടെയും ജനാല വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യത്തിനുള്ള വെളിച്ചം ഉള്ളിലേക്ക് തരുന്നുണ്ട്. ഇതാണ് ബാത്റൂം അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഒരുപാട് വലുത് എന്ന് അവകാശപ്പെടാനില്ലെങ്കിൽ തന്നെ ചെറുതായിട്ട് ഒതുക്കി പണിഞ്ഞിരിക്കുന്ന ഒരു ബാത്റൂമാണ്. അതേപോലെ തന്നെ എയർ വെന്റിലേഷന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഇത് മാത്രമാണ് കൊടുത്തേക്കുന്നത്. ജനാല മാത്രമാണ് കൊടുത്തേക്കുന്നത്. എക്സോസ്റ്റ് വെക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടില്ല. ഫൈബർ ഡോറുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്കാണ് പോകേണ്ടത്. മുകളിലത്തെ നിലയിൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. മുകളിലത്തെ നിലയിലേക്ക് പോകാൻ സ്റ്റെയർ കേസ് നോക്കുമ്പോൾ നമുക്ക് ഈ സ്റ്റെയർ കേസിൻ്റെ പടികൾ ഗ്രാനൈറ്റ് വെച്ച് നിറയ്ക്കുകയും താഴത്തെ പോർഷൻ ഈ ടൈലുകൾ തന്നെ ലിവിങ് റൂമിലും ഡൈനിങ് റൂമിലൊക്കെ ഉപയോഗിക്കുന്ന ടൈലിൻ്റെ ഒരു പീസ് വെച്ചിട്ടാണ് അവിടെയും ചെയ്തിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ വെച്ചാണ് സ്റ്റെയർ കേസിൻ്റെ കൈവരികൾ ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ തടിയും സ്റ്റെയിൻലെസ് സ്റ്റീലും വരുന്നൊരു റെഡിമെയ്ഡ് മെയിൻ തൂണായിട്ട് നൽകിയിട്ടുമുണ്ട്. പോകുന്ന വഴിയിലെല്ലാം ഫുഡ് സ്റ്റെപ്സ് ലാംപ്സ് ഉണ്ട്. ഒപ്പം തന്നെ നമ്മൾ കാർ പോർച്ച് ഏരിയയിൽ നിന്നുള്ള കാർ പാർക്കിംഗ് ഏരിയയിൽ നിന്നുള്ള അവിടുന്ന് നോക്കുമ്പം കാണുന്ന ആ ജനാല 3 പാളികളുടെ ഒരു വലിയ ഫ്രഞ്ച് വിൻഡോ, അതും നല്ല രീതിയിൽ പ്രകാശത്തെ ഉള്ളിലേക്ക് കടത്തിവിടുന്നുണ്ട്. ഇനി നമ്മൾ കയറി വരുമ്പോൾ ഇവിടെ എല്ലാം ഫുഡ് സ്റ്റെപ്സ് ലാംപ്സ് ഉണ്ട് കേട്ടോ. സ്റ്റെയർ കയറി വരുമ്പോൾ തന്നെ ഇവിടെയും ഒരു ജനാല ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് നല്ല രീതിയിൽ പ്രകാശം ഉള്ളിലേക്ക് വരും. ഒരു അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഫാമിലി ലിവിങ് ഏരിയ നമുക്ക് ഇവിടെ കാണാം. ഈ ഒരു ലോബിയിൽ ഒരു ചെറിയ ഒരു സ്പേസ്, ചെറുതൊന്നല്ല, നല്ല അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള തന്നെ ഒരു ഏരിയ ആണ്. ഇതാണ് ഞാൻ പറഞ്ഞ കോമൺ ബാത്റൂം. താഴത്തെ ബാത്റൂമിൽ അത്രയും സ്പേഷ്യസ് അല്ല, ബട്ട് ഒരു ചെറിയ കോമൺ ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ 2 ബെഡ്റൂമാണ് ഉള്ളത്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോവാം. താഴത്തെ ബെഡ്റൂമിൽ കണ്ട അതേ കളർ തീം തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു പച്ച കളറാണ്. ഇവിടെയും സെയിം അതേപോലെ തന്നെ കബോർഡ്സ് അലൂമിനിയം ഫാബ്രിക്കേഷൻ വെച്ച് ചെയ്തിരിക്കുന്നു. ഇവിടെയും 2 ഭിത്തികളിലും ജനാല നൽകിയിരിക്കുന്നു. ഒരിടത്ത് 3 ഒരിടത്ത് 2 പാളിയും. താഴത്ത് അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്.
ബാത്റൂം താഴത്തെ ബാത്റൂമിൻ്റെ അതേ ബാത്റൂമിൻ്റെ സ്പേസ് തന്നെയാണ് ഇവിടെയും ഉള്ളത്. എന്താ പറയുക, അത്രയും സ്പേസ് മാത്രമേ ഇവിടെ ഉള്ളൂ. ഇനി നമുക്ക് മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്ക് പോകാം. ആ ബെഡ്റൂം അറ്റാച്ച്ഡ് അല്ല, നമുക്ക് ആ ബെഡ്റൂം കാണേണ്ടതുണ്ട്. ഇതാണ് ആ ബെഡ്റൂം. എന്താ പറയുക, അത്യാവശ്യം വലിയ ബെഡ്റൂം തന്നെയാണ്. ഇവിടെയും 3 ഡോറുകളുള്ള അലൂമിനിയം ഫാബ്രിക്കേഷൻ ചെയ്തൊരു വാർഡ്രോബ് കാണാം. സിമെൻറ്റ് വെച്ചാണ്, മീൻസ് സ്ലാബാണ് അടിയിൽ ഇത് പാർട്ടീഷൻ ചെയ്തേക്കുന്നതെല്ലാം. ഓക്കെ, ഇവിടെയും 2 സൈഡിലും ജനാല കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നല്ല രീതിയിൽ പ്രകാശം ഉള്ളിലേക്ക് വരും. ഇനി നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ യൂട്ടിലിറ്റി ഏരിയ ആണ്. ഇവിടെ ഒരു യൂട്ടിലിറ്റി ഏരിയ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പറയാവുന്നൊരു ഏരിയ ഉണ്ട്. അതാ ഇവിടെയാണ്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു താഴെയും വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഏരിയ ഉണ്ട്. പക്ഷേ അതേപോലെ തന്നെ ഇവിടെയും വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു ഏരിയ ഇവിടെയും ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയും പൈപ്പ് കണക്ഷനും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇവിടെ ഒരു ഇച്ചിരി പരുക്കനായിട്ടുള്ള ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് വഴുക്കലൊന്നും ഉണ്ടാവത്തില്ല. നമുക്ക് തുണിയൊക്കെ ഇവിടെ വിരിച്ചിടാനുള്ള ഒരു സൗകര്യമുണ്ട്. ഗ്രില്ലിനകത്തൊക്കെ അഴകൾ കെട്ടി നമുക്ക് തുണി വിരിച്ചിടാൻ പറ്റും. ഇവിടുന്ന് മുകളിലേക്കാണ് ടെറസിലേക്ക് പോകുന്ന വഴി. മുകളിലാണ് വാട്ടർ ടാങ്കുകളെല്ലാം മുകളിലാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീട്ടിൽ കാണാനുള്ള ഒരേ ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ആ ബാൽക്കണി നമ്മൾ കാണേണ്ടതുണ്ട്. അത് ഇവിടെയാണ് ബാൽക്കണി നൽകിയിരിക്കുന്നത്. ബാൽക്കണിയിൽ ഇവിടെ ഒരു കൈവരി സജ്ജമാക്കിയിട്ടുണ്ട്. ഈ കൈവരിയുടെ മുകളിൽ ഗ്രാനൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ വീടിൻ്റെ കാര്യങ്ങളെല്ലാം പറയാനുള്ളത്. നമ്മൾ വീട് മുഴുവൻ കണ്ടു കഴിഞ്ഞു. 3 ബെഡ്റൂമുള്ള ഒരു വീടാണിത്. അതിൽ 2 അറ്റാച്ച്ഡ്, 1 കോമൺ ബാത്റൂമാണ്. 4.200 സെൻറ്റിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ തന്നെ 1450 സ്ക്വയർ ഫീറ്റാണ് ഈ വീടുള്ളത്. ഈ വീടിന് ചോദിക്കുന്നത് 48 ലക്ഷം രൂപയാണ് അവർ ചോദിക്കുന്ന പ്രൈസ്. അപ്പോൾ പ്രൈസ് നെഗോഷ്യബിളാണ്. നമ്മളുടെ വീഡിയോ കണ്ടിട്ടാണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിനും ഒരു ഡിസ്കൗണ്ട് കിട്ടും. നിങ്ങളപ്പോൾ ഈ വീട് വാങ്ങാൻ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ പോയി നിങ്ങൾ വിളിക്കുക, ആളുമായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ അവർ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ തരും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ ഫ്രണ്ട്സിനായിരിക്കും ഉപകാരപ്പെടുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് പോലെ തന്നെ വേറെ ആർക്കൊരു ഉപകാരപ്പെട്ടേക്കാം. നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നൊരു വ്യക്തിയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് നമ്മളുടെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. അതുപോലെ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ ഫേസ്ബുക്കിലും യൂട്യൂബും വഴി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ പറയുമെന്ന് വിശ്വസിക്കുന്നു. അതിനനുസരിച്ച് ഞങ്ങൾ വരുത്താൻ പറ്റുന്ന മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ വരുത്തുന്നതായിരിക്കും. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.